പങ്കെടുക്കുന്ന ശ്രീ തൃക്കടമണ്ണ ക്ഷേത്രത്തിന്റെ നേരെ മുന്നിലപ്പം ഞാനുള്ളത്. ഇവിടെ അടുത്ത ഞായറാഴ്ച, അതായത് ഫെബ്രുവരി 15-ന് ഇവിടെ വലിയ ശിവരാത്രി നടക്കാൻ പോവാ. അതിൽ ജാതി മത ഭേദമന്യേ നിങ്ങൾ ലോകത്ത് എവിടെയും കാണാത്ത, അതായത് ഇതര മതസ്ഥർ മാത്രം നടത്തുന്ന ഒരു ശിവരാത്രിയും കൂടിയാണ് തൃക്കടമണ്ണ ശിവക്ഷേത്രം. അത് മുക്കത്തങ്ങാടിയിൽ തന്നെയാണ്. ഇവിടെ ജാതി ഏതാ മതമേതാ ഒന്നും ഇവിടെ വന്നാൽ അറിയില്ല കേട്ടോ. ഈ ശിവരാത്രി നടത്തുന്നത് തന്നെ ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും ഹിന്ദുക്കളും മൂന്നാളും കൂടി ചേർന്നിട്ടാന്നുള്ള പ്രത്യേകത ലോകത്ത് എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത, 2 ഭാഗവും ഇരുവഴിഞ്ഞിപ്പുഴ ഒഴുകുകയാണ്. വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് ഈ അമ്പലം മുഴുവനും വെള്ളത്താൽ ചുറ്റപ്പെടും. വെള്ളം നിറഞ്ഞ് പിന്നെ അങ്ങോട്ട് വരാൻ പറ്റൂല. പക്ഷെ വെള്ളം അങ്ങ് ഇറങ്ങിപ്പോയാൽ ഒരു സംഭവം സംഭവിക്കില്ല, അതേപോലെ തന്നെ ഉണ്ടാവും. അത് കാലാകാലങ്ങളും ഞങ്ങളൊക്കെ അപ്പൂപ്പന്മാരെ കാലത്തേ ഇതുള്ളതാ. മതേതരത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഏക ശിവരാത്രി മുക്കം തൃക്കടമണ്ണ ശിവക്ഷേത്രമാണ് കേട്ടോ. ശിവരാത്രി പ്രമാണിച്ച് ബോട്ട് സർവീസ് ഉണ്ട്. രാവിലെ 8 മണി തൊട്ട് രാത്രി 7 മണി വരെ ഇവരെ ഫുള്ള് ഇരുവഴിഞ്ഞൊന്ന് കറക്കി ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. ആ സൗകര്യവും ശിവരാത്രി പ്രമാണിച്ച് ഇവിടുത്തെ കമ്മിറ്റിക്കാര് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതും ഒന്ന് എൻജോയ് ചെയ്യുക കേട്ടോ. തൃക്കടമണ്ണ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് രാജേഷ് ഏട്ടൻ എന്റെ കൂടെ ഉണ്ട്, എന്റെ സുഹൃത്തും കൂടിയാണ്. ഇന്ന് എന്തൊക്കെ പരിപാടിയുള്ളത്? ഇന്ന് എല്ലാവിധ പൂജാകർമ്മങ്ങളും ഓരോ ദിവസങ്ങളും നടക്കുന്നുണ്ട്. ഇന്നത്തെ പൂജാകർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 7 മണിക്കാണ് പ്രഭാഷണങ്ങൾ തുടങ്ങുക. ഇന്ന് പ്രസംഗിക്കുന്നത് മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവ് മുൻ MLA KN ഖാദറാട്ടോ. നാളെ അലക്സാണ്ടർ ജേക്കബ്, അതിന്റെ പിറ്റത്തെ ദിവസം ശ്രീജിത്ത്. 15-ാം തീയതിയോടുകൂടി അതെ ശിവരാത്രി കൊടിയിറങ്ങും. ഇവിടെ എല്ലാവരും ഈ കഴിഞ്ഞ മുമ്പത്തെ കാലങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ വർഷവും നമ്മൾ കൊടിയേറ്റത്തിന് ശേഷം ശിവരാത്രി ഉത്സവം മാത്രമാണ് നടത്താറ്. ഈ വർഷം നമ്മൾ കൊടിയേറ്റത്തിന് ശേഷം ഓരോ ദിവസവും ഓരോ പരിപാടികളും വെച്ചുകൊണ്ടാണ് നടത്തുന്നത്. എല്ലാ ദിവസവും എല്ലാ പൂജകളും അതുപോലെ തന്നെ പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തി വൈകിട്ട് എല്ലാവിധ കലാപരിപാടികൾ പ്രാദേശികമായിട്ടും വളരെ നല്ല വേറെ പരിപാടികളൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ പ്രഭാഷണങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ 7 ദിവസവും മുക്കത്തിന്റെ ഒരു ഉത്സവമാണ്. മലയോര മേഖലയിലെ ജനങ്ങളെ ഉത്സവമാണ്. അങ്ങനെ തന്നെയാണ് ജനപങ്കാളിത്തവും അങ്ങനെ തന്നെയാണ്. ഇവിടെ വരാഞ്ഞാല് എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെ. അതേപോലെ തന്നെ കൂടരഞ്ഞി പെരുന്നാള്, ഇതൊക്കെ ജനങ്ങളുടെ ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ മുക്കത്തുകാർ കാണുന്നത് കേട്ടോ. അതായത് മതേതരത്വം തന്നെയാണ് ഞങ്ങളെ മുഖമുദ്ര. ഇപ്പൊ ലോകത്തിന് കാണിച്ചു കൊടുത്ത മൊയ്തീൻ കാഞ്ചന. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടോ ഇങ്ങനെ നടത്തുന്ന? ആലുവ ശിവരാത്രി കഴിഞ്ഞാൽ പിന്നെ മുക്കം ശിവരാത്രിയാണ്. അതും ഇതേപോലെ തന്നെ പുഴേന്റെ നടുക്കുള്ള ഒരു അമ്പലമാണ്. മുക്കം ശിവരാത്രി ഇപ്പൊ ആലുവ ശിവരാത്രിയോട് കടപിടിക്കുന്ന രൂപത്തിലാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വർഷം ആലുവ ശിവരാത്രിയേക്കാളും വലിയ ഒരു ശിവരാത്രി ആയിരിക്കും മുക്കം ശിവരാത്രി എന്ന് ഉള്ള തോന്നൽ ഇപ്പൊ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ജനങ്ങളെ ഒരു സമീപനം. ഇപ്പൊ പൊതുവെ അടുത്തടുത്തുള്ള കുറെ അമ്പലങ്ങളിലെ അവരൊക്കെ ഒരുമിച്ച് എല്ലാ അമ്പലങ്ങളിലും മാതൃസമിതിക്കാർ നമ്മളോട് സഹകരിച്ചുകൊണ്ട് ഈ വട്ടോളി അമ്പലം, അതുപോലെ തന്നെ കുന്നത്തമ്പലം, തിരുവഞ്ചൂഴി അമ്പലം, ഇങ്ങനെയുള്ള നാനാഭാഗത്തുള്ള അമ്പലത്തിലെ ആളുകളൊക്കെ നമ്മളോട് സഹകരിച്ചുകൊണ്ട് ഇവിടുത്തെ അന്നദാനത്തിനും മറ്റുള്ള സാഹചര്യത്തിനും ഒക്കെ സഹായിക്കാനും ഇവിടെ എല്ലാവിധ സഹകരണത്തിനും അവരൊക്കെ ഉണ്ട്. പിന്നെ ഈ നാട്ടിലെ എല്ലാവരും ഒരു ജാതി മത ഭേദമന്യേ എല്ലാവരും കൂടി നടത്തുന്ന ഒരു ഉത്സവമാണ്. അത് എല്ലാവരും ഒരു ഉത്സവമാണ്. ഇന്നൊരു വിഭാഗത്തിന്റെ ഒന്നുമില്ല. മുക്കം ശിവരാത്രി എന്ന് പറഞ്ഞാൽ മുക്കത്തുകാരുടെ സമീപ പ്രദേശത്തുകാരുടെ ഒരു ഉത്സവമാണ് മുക്കം ശിവരാത്രി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പൊ അവിടെയുള്ള ആ കാണുന്നതൊക്കെ മുക്കം യത്തീംഖാനയുടെ സ്ഥലമാണ്. ഈ മുക്കം യത്തീംഖാനയാണ് ഇവർക്ക് വേറൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആര് എന്നില്ല, എല്ലാ ആൾക്കാരും ഇവിടെ മുക്കത്ത് പാർക്കുന്ന എല്ലാവരും ഈ ശിവരാത്രിക്ക് വേണ്ടി അഘോരാത്രം പരിശ്രമിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കണോ. അപ്പൊ ഞങ്ങൾ മുക്കം ശിവരാത്രി എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ആൾക്കാരുണ്ട് ലീവിന് ഇവിടെ എത്തും. അതുപോലത്തെ തന്നെ ഞങ്ങൾ